8 മാസത്തിലധികമായി തുടരുന്ന ഗാസയിലെ വംശഹത്യയ്ക്ക് ഇസ്രായേലിന് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ എത്തുന്നതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പലുകളുടെ രേഖകളും ഗാസയിൽ വർഷിച്ച ബോംബുകളുടെയും ഉപയോഗിച്ച ഡ്രോണുകളുടെയും വിശദാംശങ്ങളും വിശകലനം ചെയ്ത് അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിലേക്ക് ആയുധങ്ങളുമായി പോകുകയാണെന്ന സംശയത്തിൽ മെയ് 15-ന് സ്പാനിഷ് തീരത്ത് തടഞ്ഞുവെച്ച ചരക്ക് കപ്പൽ ബോർകൂമിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ചെന്നൈ തുറമുഖത്ത് നിന്ന് ഏപ്രിൽ 2-ന് പുറപ്പെട്ട കപ്പൽ ഇസ്രായേൽ തുറമുഖമായ അഷ്ദോദ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയിരുന്നത്. 20 ടൺ റോക്കറ്റ് എഞ്ചിൻ, 12.5 ടൺ റോക്കറ്റുകൾ, 1500 കിലോ വെടിമരുന്ന് എന്നിവയാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും സോളിഡാരിറ്റി നെറ്റ്വർക്ക് എഗെയിൻസ്റ്റ് ദി പലസ്തീൻ ഒക്യുപ്പേഷൻ എന്ന സംഘടനയ്ക്ക് ലഭിച്ച രേഖകളിൽ പറയുന്നു. ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ലഭിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയ വീഡിയോ പുറത്തുവന്നതും സംശയം ബലപ്പെടുത്തുന്നു. ഇസ്രായേലി ആയുധ കമ്പനികൾക്ക് വേണ്ടി റോക്കറ്റ് മോട്ടോറുകളും മിസൈൽ ഭാഗങ്ങളും നിർമ്മിക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണ്. ഇസ്രായേലിൽ നിന്ന് വൻ തുകയ്ക്കുള്ള കയറ്റുമതി ഓർഡർ ലഭിച്ചെന്ന് ഇന്ത്യൻ കമ്പനി മേധാവി വെളിപ്പെടുത്തിയിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിടരുതെന്ന് നിരന്തര മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് ഇസ്രായേലിനും അമേരിക്ക അടക്കം വിലക്കിയിട്ടും അവസാനമില്ലാത്ത യുദ്ധം എന്ന് തീരുമെന്ന് ലോകത്തെ തന്നെ വെല്ലുവിളിച്ചു കണ്ണില്ലാത്ത ക്രൂരതകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹുവിന്റെ ഭരണകൂടം. മഹാനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു പലസ്തീൻ. ഓരോ ദിവസവും കഴിയുന്തോറും കടുത്ത ക്രൂരതകൾ പുതിയ രീതിയിൽ നിസ്സഹായരായ മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിലെ ജബലി അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ സൈനിക ഓപ്പറേഷനിടെ അഭയാർത്ഥികൾ താമസിക്കുന്ന ടെന്റിലേക്ക് നായയെ അഴിച്ചുവിട്ടു. ടെന്റുകൾ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ട് പലസ്തീനുകൾ കൂട്ടാക്കാത്തതിനാലായിരുന്നു ഈ ക്രൂരത. ഒരു ടെന്റിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വയോധികയെ നായ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട്. ദൌലത്ത് അബ്ദുള്ള അൽ തനാനി എന്ന വയോധികയാണ് ഇസ്രായേലിന്റെ സൈനിക നായ ആക്രമിച്ചിരിക്കുന്നത്. ടെന്റ് ഉപേക്ഷിച്ച് പോകാൻ ഇസ്രായേൽ സേന ഭീഷണിപ്പെടുത്തിയെങ്കിലും താൻ അതിന് കൂട്ടാക്കിയില്ലെന്നും ദൌലത്ത് പറയുന്നു. ആകെയുള്ള കിടപ്പാടം ഉപേക്ഷിച്ച് പോകാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം എന്റെ നേർക്ക് ഒരു നായയെ അഴിച്ചുവിട്ടു. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അത് ടെന്റിലേക്ക് ചാടി കയറിയത്. എന്നെ കടിച്ചു വലിച്ച് ടെന്റിന് പുറത്തു കൊണ്ടുവന്നു. സംഭവം അൽ ജസീറയോട് വിവരിക്കുമ്പോഴും ഭയം ദൌലത്തിന്റെ കണ്ണുകളിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല.